ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പേടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടി നേരെ അലീനയെ മുത്തശ്ശിയെ വിളിക്കുക. മുത്തശ്ശിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി, അലീന ചേച്ചി എവിടെ, അലീന ചേച്ചിയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ പൊന്നുമോളെ, ഞാനിപ്പോൾ അലീനയുടെ അടുത്തല്ലല്ലോ, ഞാനേ കൊല്ലപ്പള്ളിയിലാണ് എന്ന് പറയണം. അയ്യോ മുത്തശ്ശി കൊല്ലപ്പള്ളിയിലാണോ? അയ്യോ കഷ്ടമായി പോയല്ലോ മുത്തശ്ശി, ഞാൻ അലീന ചേച്ചിയോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ വിളിച്ചത്. മുത്തശ്ശി കൊല്ലപ്പള്ളിയിൽ ഇന്ന് വന്നാണോ, പോകുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എൻ്റെ പൊന്നു മോളെ അതൊന്നും പറയണ്ട, വല്ലാത്തൊരു കഷ്ടത്തിൽ നിൽക്കുകയാണ്. ദേ ആ വൈജയില്ലേ, വൈജ എന്നെ കൊണ്ടുവന്ന് കൊല്ലപ്പള്ളിയിലോട്ട് ആക്കിയ മോളെ, എനിക്കിനി എപ്പം അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന് ഒരു പിടിയില്ല മോളെ. അയ്യോ കഷ്ടമായി പോയല്ലോ മുത്തശ്ശി. അലീന ചേച്ചി അവിടെ തന്നെ ഉണ്ടോ? ആ അലീന അവിടെ തന്നെയുണ്ട്. അയ്യോ അലീന ചേച്ചിയോടൊന്ന് സംസാരിക്കണമായിരുന്നല്ലോ. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് അലീനയോട് സംസാരിക്കാനായിട്ട്? അല്ല മുത്തശ്ശിക്ക് ഈ ഫോണൊന്ന് അലീന ചേച്ചിയുടെ അടുത്ത് കൊടുക്കാമായിരുന്നു. അതിന് ഇതെൻ്റെ ഫോണല്ലേ, അലീനയ്ക്ക് ഫോണൊന്നുമില്ലല്ലോ. മനുവേട്ടൻ മുത്തശ്ശിക്ക് മേടിച്ചെന്ന ഫോണല്ലേ, അത് അലീന ചേച്ചിക്കും കൂടി ഉള്ളതാണ്. അയ്യോ മനു എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. മനുവേട്ടൻ എങ്ങനെ പറയാനാണ് മുത്തശ്ശി? ഇതൊക്കെ മുത്തശ്ശി അറിഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കണം. അലീന ചേച്ചി മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നോക്കാറില്ലേ? അപ്പം അതേപോലെ തന്നെ മുത്തശ്ശിയും അലീന ചേച്ചിയുടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. എൻ്റെ പൊന്നു കൊച്ചേ, ഇനി ഈ കാര്യത്തിൻ്റെ പേരിൽ എന്നോട് തർക്കിക്കണ്ട. ഞാൻ എപ്പോഴെങ്കിലും അലീനയെ കാണുമ്പോൾ ഈ ഫോൺ ഞാൻ അലീനയ്ക്ക് കൊടുത്തോളാം, എന്താ അത് പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് മതി മുത്തശ്ശി. അല്ല മുത്തശ്ശി, എങ്ങനെയുണ്ട് അവിടുത്തെ അവസ്ഥയൊക്കെ? എന്ത് പറയാനാണ്, വൈജ ഓരോന്നോരോന്ന് കാണിച്ചു വിട്ടുന്നു. ദേ മേഡത്തിന് ചതി നിർത്താനായില്ലേ? എത്ര പേരെ ചതിച്ചിട്ടുണ്ട് മേഡം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അല്ല, അലീന ചേച്ചിയോട് ചെയ്തതും ചതിയല്ലേ? അലീന ചേച്ചി അവിടെ നിന്ന് പിടിച്ചിറക്കിയിട്ട് നേരെ മുറ്റത്തേക്ക് കൊണ്ടുപോയിടുക, അതൊക്കെ വല്ലാത്ത ചതിയല്ലേ? അത് ചതിയല്ലല്ലോ. അവൾക്ക് അവിടെ അലീനയെ നിർത്താനായിട്ട് താല്പര്യമില്ല, അപ്പോൾ അവൾ വീടിന് പുറത്താക്കി, അത് ചതിയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്നാലും ബാലചന്ദ്രൻ സാറോടും ചതി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഞാനിത് എന്തൊക്കെ കേൾക്കണം? നീ എന്തൊക്കെയാ കൊച്ചി പറയുന്നത്? ബാലേന്ദ്രനോട് അവൾ എന്ത് ചതി ചെയ്തു എന്നാണ്? അതൊക്കെ ഉണ്ട് മുത്തശ്ശി. ഏതായാലും മേഡം ബാലേന്ദ്രൻ സാറോട് ചതി ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഏതായാലും ഇപ്പം പറയാനായിട്ട് പറ്റൂല. എൻ്റെ ദൈവമേ, ഏത് സമയത്താണാവോ ദേ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതായിരുന്നു. എൻ്റെ പൊന്നു കൊച്ചേ, നീ ഫോൺ വെച്ചേര്, ഞാൻ അലീനയെ കാണുമ്പോൾ ഈ ഫോൺ കൊടുത്തേക്കാം. മുത്തശ്ശിക്ക് അവിടെ എങ്ങനെയുണ്ട്? ദേ നല്ല രീതിയിൽ തന്നെയാണോ? അവർ നന്നായിട്ടൊക്കെ നോക്കുന്നുണ്ട് മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോഴേക്കും, നോക്കലൊക്കെ കണക്കാണ്, ഇവിടുത്തെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദേ എനിക്ക് എൻ്റെ ഗതി അതോ ഗതി തന്നെയാണ്. എൻ്റെ ഒരു അവസ്ഥയായിപ്പോയി. വയസ്സായ മക്കൾക്കൊന്നും അമ്മമാരെ വേണ്ടാണ്ടായി. നീ ഏതായാലും ഫോൺ വെച്ചേര് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കി നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അങ്ങനെ അലീന ബാലേന്ദ്രന് ഭക്ഷണം കൊണ്ട് വരികയാണ്. അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പോൾ അച്ഛനാണെങ്കിൽ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അച്ഛൻ കഥ ഓർക്കുക. എന്താ അച്ഛ ഇത്? അച്ഛൻ കഥ ഓർക്കാതെ എനിക്ക് കഥ തുറക്കാൻ പറ്റില്ല, അതല്ലേ പറയുന്നത്? എന്തെടുക്കുമായിരുന്നു മോളെ? ഞാൻ ഷേവ് ചെയ്യായിരുന്നല്ലേ. ദേ മീൽസ് റെഡി എന്നും പറഞ്ഞുകൊണ്ട്, കൊള്ളാലോ. അങ്ങനെ ചോറ് വിളമ്പിങ്ങനെ കൊടുക്കുകയാണ്. അച്ഛനാ ടേബിളിൻ്റെ പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോരെ? എന്താ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോൾ, അത് കൊള്ളാം. ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അച്ഛാ എന്ന് പറയുമ്പോൾ, പിന്നെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, അല്ല അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച മക്കളെയും എല്ലാവരെയും കാണാം. ദേ ഇങ്ങനെ കസാര ഞെളിഞ്ഞിരുന്നിട്ട് എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. മനസ്സിനൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടൂലേ അച്ഛാ? ഇവിടെ ഇങ്ങനെ മസിലും പിടിച്ച് കൂഞ്ഞു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണേക്കാളും നല്ലതല്ലേ ടേബിളിൻ്റെ പുറത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? അത് പിന്നെ വൈജിയെ കാണണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് അവളെ കാണുമ്പോൾ ആകെ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നും. വലിയൊരു ചതിയല്ലേ അവളെന്നോട് ചെയ്തിരിക്കുന്നത്. ആ ചതിയുടെ കഥകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അലീന ഏതായാലും ഭക്ഷണമൊക്കെ വിളമ്പിയല്ലോ,
നീ പോയിക്കോ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. എങ്കിൽ പോയി കഴിച്ചോ, ബാക്കിയുള്ളതൊക്കെ ഞാൻ വിളമ്പി കഴിച്ചോളാം എന്നിങ്ങനെ അച്ഛൻ പറയുക. അങ്ങനെ നമ്മുടെ അലീന പോകാതെ തന്നെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ചോറ് കുഴച്ച് ഇങ്ങനെ വായിലോട്ട് വെക്കാൻ പോകുന്ന ആ സമയത്ത് അലീന വായും പൊളിച്ചിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്കും വെച്ച് താഴ്ന്ന രീതിയിൽ വായ പൊളിച്ച് നിൽക്കുകയാണ്. താ വെച്ച് താ വായിലേക്ക് എന്ന് അലീന പറയുമ്പോൾ അയ്യടാ കെട്ടിക്കാറായ പെണ്ണിന് എന്നിട്ട് കൊഞ്ചല് തീർന്നിട്ടില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ വായിലേക്ക് ചോറ് വെച്ച് കൊടുക്കുക. അലീനയ്ക്ക് ഭയങ്കര സന്തോഷവും തോന്നുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന ബാലേന്ദ്രനോട് അതെ അച്ഛ, എനിക്ക് അച്ഛൻ്റെ ഫോണൊന്ന് തരുമോ, രേവതിക്കുട്ടി ഒന്ന് വിളിക്കാനാ. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രൻ പിന്നൊന്നും നോക്കാതെ ഇങ്ങനെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് ഡയൽ ചെയ്യാണ്. ഡയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി ഫോൺ എടുക്കുകയാണ്. ഹലോ, ആരാന്ന് ചോദിച്ചപ്പോഴേക്കും രേവതിക്കുട്ടി ഇത് ഞാനാ, അലീനയാണ്. അയ്യോ ചേച്ചിയായിരുന്നോ? ചേച്ചി ഇതേതാ ചേച്ചി നമ്പർ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ മുന്നിൽ അച്ഛ എന്ന് വിളിക്കാനായിട്ട് അലീനയ്ക്ക് ഇച്ചിരി മടിയുണ്ട്. അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് അതെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ടായി എൻ്റെ പൊന്നുമോളെ. അയ്യോ വല്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. ചില സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. മുത്തശ്ശിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ലാസ്റ്റ് ഞാൻ മനുവേട്ടനെ വിളിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ചേച്ചി വീട്ടിലേക്ക് ചേച്ചി തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാണെന്നേ. എൻ്റെ ദൈവമേ, അവിടെ തന്നെയാണോ? എന്നിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അല്ല, സമാധാനപരമായുള്ള പോക്ക് തന്നെയാണോ എൻ്റെ പൊന്നു ചേച്ചിയെ എന്ന് ചോദിച്ചപ്പോഴേക്കും അപ്സ്റ്റെയറിൽ നല്ല രീതിയിൽ നല്ല സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നു. പക്ഷേ താഴത്തേക്ക് ഇറങ്ങി കഴിയണമെങ്കിൽ ഇടിയും മിന്നലും ചെണ്ടകൊട്ടലും പടക്കമുട്ടലും ഒക്കെയാ. എങ്ങനെയെങ്കിലും ഒന്ന് സമാളിച്ച് കൊണ്ടുപോകുന്നു എൻ്റെ പൊന്നുമോളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ചേച്ചി എന്താ എൻ്റെ വിശേഷങ്ങളൊന്നും ചോദിക്കാത്ത? എന്നാ ചോദിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ചോദിച്ചിരിക്കുന്നു എന്നല്ലേ? അവരങ്ങനെ ചിരിക്കുന്നില്ല. എൻ്റെ പൊന്നടി, നീ ഒന്ന് പറ. അതെ ചേച്ചി, ഞാനല്ല. നീയല്ലേ? നീ ആള് മാറിയോ രേവതിക്കുട്ടി? എൻ്റെ ചേച്ചി, ഞാനൊരു കോളേജ് കുമാരിയായെന്ന്. ഞാനേ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ചേർന്നു. അമ്പടി കേമി. എന്നിട്ട് നീ അപ്പോൾ അവരെയൊക്കെ സോപ്പിട്ടിട്ട് കാര്യം സാധിച്ചെടുത്തൂല്ലേ? പിന്നെ ഈ രേവതിക്കുട്ടിയെക്കുറിച്ച് ചേച്ചി എന്താ വിചാരിച്ചത്? എന്നും കോളേജിൽ പോകുന്നുണ്ട് ചേച്ചി എന്നൊക്കെ പറയാ. അതെ, എനിക്കിവിടെ കുറേ നേരം സംസാരിക്കാനായിട്ട് പറ്റില്ല. ഇത് ബാലേന്ദ്രൻ സാറിൻ്റെ ഫോണാണ്. അതുകൊണ്ട് നീ എപ്പോഴെപ്പോഴും ഇതിലേക്ക് വിളിക്കരുതേ. അതെ, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വിളിച്ചാൽ മതി, അല്ലാതെ ഒന്നും വിളിക്കല്ലേ. എന്ന ഫോൺ കട്ടാക്കുവാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കട്ടാക്കിയിട്ട് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അപ്പോൾ ബാലേന്ദ്രൻ്റെ ഫോൺ സംസാരിച്ചു കഴിഞ്ഞു. അച്ഛാ, അലീന നിനക്ക് ഫോണില്ലേ? ഫോണില്ല അച്ഛാ, ഞാൻ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നേച്ചത്. മുത്തശ്ശി ഫോണും കൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോയില്ലേ, അതുകൊണ്ട് ഫോണില്ല. അല്ല, നിനക്ക് ശമ്പളമൊക്കെ കിട്ടുന്നില്ല അലീന, അപ്പോൾ ഒരു ഫോൺ മേടിച്ചാൽ എന്താ പ്രശ്നം? മേടിക്കണം, ഒരു ചെറിയ ഫോൺ മേടിക്കണം. 1500 ഫോൺ ആയിരിക്കും. അതെ, 1500 ഫോൺ തന്നെ. അതിനെന്താ കുഴപ്പം? എന്താ അതുപോലെ? പിന്നെ അത് മതി, 1500 ഫോൺ ധാരാളം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കമലയെ കാണിക്കുകയാണ്. അപ്പോൾ കമലയുടെ ഭർത്താവിനെ വിളിച്ചിട്ട് ശിവേട്ടൻ എന്ത് ഇങ്ങോട്ട് വരുന്നില്ലേ? ഓരോ പ്രശ്നങ്ങളും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈജ പറയുന്നത് ഇനി ഞാൻ ഇവിടെ വന്ന് താമസിക്കുമെന്നൊക്കെ പറയുന്നത്. പിന്നെ ശിവേട്ടൻ ചിലവിന് കൊടുക്കേണ്ടി വരും വൈജക്കൊക്കെ. എന്താ വൈജ അങ്ങനെ പറഞ്ഞോ? ചിലവിന് കൊടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ വൈജ ഇങ്ങനെ പറഞ്ഞു, എൻ്റെയും കൂടി തറവാടാണിത്, ഇതാർക്കും ഭാഗം വെച്ചൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വൈജയ്ക്കും വൈജയുടെ മക്കൾക്കും ഇവിടെ താമസിക്കാനുള്ള അധികാരം ഉണ്ടെന്ന്. അങ്ങനെ ഇവിടെ താമസിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവേട്ടൻ വേണം അവരുടെ കാര്യങ്ങൾ മുഴുവനും നോക്കാനായിട്ട്. ഇപ്പോൾ വൈജയുടെ വീട് നടക്കുന്ന പ്രശ്നം കാരണം എൻ്റെ കമലേ, നമുക്കാണല്ലോ തലവേദന വരാനായിട്ട് പോകുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇതൊക്കെ സോൾവ് ചെയ്യണം എൻ്റെ ശിവേട്ടാ. എൻ്റെ പെങ്ങളല്ലേ, അവളുടെ കാര്യം ഞാനും കൂടി നോക്കണമല്ലോ. അങ്ങനെ അലീനയെ അവിടെ താമസിക്കാനായിട്ട് ഇനി ഞാൻ അനുവദിക്കില്ല. എനിക്കും രാജേനും കൂടെ ഒരുമിച്ച് വരാൻ പറ്റാത്തൊരവസ്ഥയായത് കൊണ്ടിട്ടാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അധികം താമസിയാതെ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ ഞാൻ അടിച്ച് പുറത്താക്കും. ഇതിലൊരു തീരുമാനം കണ്ടേ മതിയാവുള്ളൂ എൻ്റെ കമല എന്നും പറഞ്ഞുകൊണ്ട് ഈ ശിവ ഭയങ്കര ഒരു കർശന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കോളിംബെല്ലടിക്കുകയാണ്. അപ്പോൾ അലീന വന്ന് കഥ തുറക്കുകയാണ്. നമ്മുടെ ബാലേന്ദ്രനും അതേപോലെ തന്നെ കൃഷ്ണമോളും ആയിരുന്നു. അപ്പോൾ
സാറേ അച്ഛൻ പോയിട്ട് വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ പോയിട്ട് വന്നു എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതെ അലീന ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ടെന്നേ. അങ്ങനെ ബാലേന്ദ്രൻ, അലീന ഇങ്ങ് വന്നേ അലീന. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് നമ്മുടെ അലീന ചെല്ലുകയാണ്. ദേ ഇത് പിടിച്ചേ. എന്താ ചെയ്ത് തുറന്ന് നോക്ക് എന്താന്ന്. അങ്ങനെ അലീന തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതപ്പെട്ടു പോയി. ഇനി ഫോണില്ല, രേവതിക്കുട്ടിയെ വിളിക്കാൻ എനിക്ക് ഫോൺ തരുമോ, അമ്മുക്കുട്ടിയെ വിളിക്കാൻ എനിക്ക് ഫോൺ തരുമോ എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ നടക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ആ ഫോൺ പോലും തുറക്കാൻ പോലും അറിയില്ല. അങ്ങനെ കൃഷ്ണമോള് ഫോണൊക്കെ തുറന്നു കൊടുക്കുകയാണ്. കണ്ടോ, ഇഷ്ടപ്പെട്ട ചേച്ചി, പിന്നെ ഒത്തിരി ഇഷ്ടം. എൻ്റെ അച്ഛൻ മേടിച്ച് തന്നല്ലേ, എൻ്റെ അച്ഛൻ മേടിച്ച് തന്ന ഏത് സാധനവും എനിക്ക് ദേ സ്വർഗമാണ്, സ്വർഗം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ മനസ്സങ്ങോട്ട് നിറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയതല്ലേ, ഇത് മേടിക്കാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് മേടിക്കാൻ വേണ്ടി പോയതൊന്നല്ല, പിന്നെ ഹോസ്പിറ്റലിൽ പോയത് തന്നെയാണെന്നേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ ഡോക്ടർമാർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ അങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ഇവിടെ കിട്ടാത്തൊരു സാധനം അച്ഛന് മേടിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കിട്ടാത്തൊരു സാധനം, അതെ പൈസ പോലും കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമാണ് എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പൈസ പോലും കൊടുത്താൽ കിട്ടാത്ത സാധനം, അതെ പീസ് ഓഫ് മൈൻഡ്, അതായത് മനസമാധാനം, അത് കൊടുക്കണമെന്ന്. ഈ സാധനം ഈ വീട്ടിലുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ് കുറച്ച് ടെൻഷനൊക്കെ മാറ്റി കൊടുക്കണമെന്ന്. അത് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുമോ അലീന മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും നമുക്ക് ട്രൈ ചെയ്യാച്ചാ, അച്ഛൻ ടെൻഷൻ ആവാതിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് ചേച്ചി സമാധാനം കൊടുക്കാൻ വേണ്ടി നമുക്ക് നേരെ കുറച്ച് പ്ലേറ്റിലാക്കിയിട്ട് സമാധാനം കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലാം അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛൻ്റെ ടെൻഷൻ മുഴുവനും ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. അത് നമ്മൾ കൊണ്ട് പുറത്തേക്ക് എറിയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടി നിനക്കിതെല്ലാം തമാശ അല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനിയും വലിയ ഭൂകമ്പം വരാൻ കിടക്കുന്നേ ഉള്ളു. എന്താച്ചാ അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് നോക്കി, ഞാനും മനുവും കൂടി നേരെ നിന്നെ പിടിച്ചുകൊണ്ട് വന്നു. രണ്ടാമത്തെ യുദ്ധത്തിൽ നിന്റെ പിന്നാലെ ഞാൻ വന്നു, വീണ്ടും നീ ഇവിടെ എത്തി. ഇനി മൂന്നാമത്തെ യുദ്ധം വരാൻ കിടക്കുക. വൈജിയുടെ വീട്ടുകാർ മൊത്തം ഇവിടെ എത്തും. അപ്പം പിന്നെ എന്ത് ചെയ്യും എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അലീനയ്ക്ക് ടെൻഷൻ തോന്നുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോളാണെങ്കിൽ ചേച്ചി വാ ചേച്ചി നമുക്ക് ഈ ഫോണൊക്കെ ഒന്ന് ചാർജൊക്കെ കുത്തിയിടാം. കൃഷ്ണമോളെ ഏതായാലും അവരെ ഫുഡ് കഴിക്കാൻ വിളിക്കണ്ടേ എന്ന രീതിയിൽ സംസാരിക്കാം. ഫുഡ് കഴിക്കാൻ ഞാൻ വിളിക്കണോ? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരില്ല, വിളിക്കണം. നമ്മുടെ പണി നമ്മൾ നന്നായിട്ട് ചെയ്യണം. അവർ വരികയോ വരാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, കൃഷ്ണമോൾ പോയി വിളിക്കുക. അങ്ങനെ കൃഷ്ണ നേരെ നമ്മുടെ വൈജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭക്ഷണം റെഡിയായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ നിങ്ങളാരും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജ എടുത്ത വായിക്കും, ഞങ്ങളെന്തിനാ ഭക്ഷണം കഴിക്കാൻ വരുന്നത്? അവളുണ്ടാക്കിയ ഭക്ഷണമല്ലേ, ഞങ്ങൾക്ക് വേണ്ട, നാശിച്ചവള് എന്നൊക്കെ ഇങ്ങനെ മൂദേവി എന്ന രീതിയിൽ തന്നെ സംസാരിക്കണം. അമ്മയുടെ വായിൽ നല്ല വാക്കൊന്നും വരില്ലേ? നമുക്ക് മര്യാദ ഒന്നും സാധനമില്ലേ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടി എന്താണ് നീ പറയുന്നത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. എന്തിനാ അമ്മേ അലീന ചേച്ചി ഈ രീതിയിൽ തന്നെ സംസാരിക്കുന്നത്? ഇത് കിട്ടുന്നപ്പോഴേക്കും ഞാൻ ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ബബിതയൊക്കെ വിളിക്കുകയാണ്, വാ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വാ. ഞങ്ങൾ വരുന്നില്ല, നല്ല ഭക്ഷണമാണ്, എൻ്റെ ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് ഏതായാലും വേണം, ഞാൻ കഴിക്കും. സ്നേഹവും സമാധാനവും ഒക്കെ ഉള്ളതാണ് ആ ഭക്ഷണത്തിൽ. എന്താടി ഇതെല്ലാം കൂട്ടിക്കലർത്തി കഷ്ണാക്കിയാണോ നിൻ്റെ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളതൊന്ന് വന്ന് കഴിക്കുക. നിങ്ങൾ വാശി പിടിച്ചിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല, നീ നിൻ്റെ പാടം നോക്കി പോടി, ഭക്ഷണം കഴിക്കണോ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നിങ്ങനെ പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.